മാക്സ്വെൽസ് ബ്രിഡ്ജ്. മാക്സ്വെൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡക്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രിഡ്ജാണ്. നമ്മൾ നേരത്തെ വീസ്റ്റേൺ ബ്രിഡ്ജ് പഠിച്ചിട്ടുണ്ട്. വീസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അൺനോൺ ആയ റെസിസ്റ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീസ്റ്റേൺ ബ്രിഡ്ജ് ഉപയോഗിച്ച സെയിം അതേപോലെ തന്നെയാണ് നമ്മൾ ഇൻഡക്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രിഡ്ജിനെയാണ് നമ്മൾ മാക്സ്വെൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു നോൺ ഇൻഡക്റ്റൻസ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ നോൺ ഇൻഡക്റ്റൻസ് വാല്യൂയിലേക്ക് നമ്മൾ അൺനോൺ ഇൻഡക്റ്റൻസ് വാല്യൂ ഈ രണ്ട് വാല്യൂയും തമ്മിൽ എന്ത് ചെയ്യും, കമ്പാരിസൺ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ അൺനോൺ ഇൻഡക്റ്റൻസ് വാല്യൂ എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കമ്പാരിസൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ആകെയുള്ളത് നമുക്ക് അൺനോൺ ആയ ഇൻഡക്റ്റൻസിനെ നമുക്ക് നോൺ ആയ ഇൻഡക്റ്റൻസ് ഉപയോഗിച്ച് കമ്പാരിസൺ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ ഈ ബ്രിഡ്ജിന്റെ ബേസിക് ഐഡിയ. ഓക്കെ, ഇനി ഇത് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. മാക്സ്വെൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് എന്നും മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് എന്നും പറയുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ ടൈപ്പ് നോക്കാം, മാക്സ്വെൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. അപ്പൊ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ് ഈ ഒരു ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് അറിയേണ്ട കാര്യത്തിലുള്ളൂ മാക്സ്വെൽ ബ്രിഡ്ജ്, മാക്സ്വെൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ ഇൻഡക്റ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രിഡ്ജിനെ നമ്മൾ പറയുന്ന പേരാണ് മാക്സ്വെൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. ഓക്കെ, ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പോ വീസ്റ്റേൺ ബ്രിഡ്ജ് പോലെ തന്നെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ഡി എന്ന് പറയുന്നത് ഒരു ഗാൽവാനോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഗാൽവാനോമീറ്റർ വെച്ചിട്ടുണ്ട്. ഗാൽവാനോമീറ്റർ കറന്റിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രസൻസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഗാൽവാനോമീറ്റർ വെച്ചിരിക്കുന്നത്. ഇനി ബ്രിഡ്ജ് ഓരോ സൈഡുകൾ നോക്കാം. അപ്പൊ Z1 എന്ന് പറയുന്നത് ഇംപിഡൻസ് വാല്യൂ ആണ്. അപ്പൊ ഈ ഒരു സൈഡിലെ ഇംപിഡൻസിന് Z1 എന്ന് പറയുന്നു, ഈ ഒരു സൈഡിലെ Z2 Z3 എന്ന് പറയുന്നു, അതുപോലെ ഈ ഒരു സൈഡിലെ Z2, ഈ ഒരു സൈഡിലെ Z4. അപ്പൊ ഇംപിഡൻസ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട അൺനോൺ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതാണ് LH. LH എന്ന് പറയുന്നതാണ് അൺനോൺ ഇൻഡക്റ്റൻസ്. അതുപോലെ RH എന്ന് പറയുന്നത് ഈ ഇൻഡക്റ്റൻസിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അൺനോൺ ഇൻഡക്റ്റൻസ് വാല്യൂവിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ RH എന്ന് പറയുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ RH അൺനോൺ ഇൻഡക്റ്റൻസ് വാല്യൂവിന്റെ റെസിസ്റ്റൻസ്, LH അൺനോൺ ഇൻഡക്റ്റൻസ് വാല്യൂ. ഇനി നമ്മൾ ഈ സൈഡ് നോക്കിയാൽ ഒരു R3 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. അതുപോലെ R4 എന്ന് പറയുന്നത് ഫിക്സഡ് റെസിസ്റ്റർ ആണ്, നമുക്ക് നോൺ ആണ്, നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. ഇത് നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്, എന്ന് വെച്ചാൽ പ്യുവർ റെസിസ്റ്റർ ആണ്. അത് ഇൻഡക്റ്റൻസ് വാല്യൂ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഈ Z2 എന്ന് പറയുന്ന ബ്രിഡ്ജിൽ നമ്മൾ നോൺ ആയ നമുക്ക് അറിയുന്ന ഒരു ഇൻഡക്റ്റൻസ്, വേരിയബിൾ ഇൻഡക്റ്റൻസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ R2 എന്ന് പറയുന്ന നമുക്ക് അറിയുന്ന ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഇൻഡക്റ്റൻസ് L2 എന്ന് പറയുന്ന ഇൻഡക്റ്റൻസിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ, ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ R2 എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്. ഇനി നമ്മൾ ഇതിന് അക്രോസ് നമ്മൾ എന്ത് ചെയ്തു, ഒരു AC സപ്ലൈ അപ്ലൈ ചെയ്തു. E എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ ഈ ബ്രിഡ്ജിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈസ്റ്റേൺ ബ്രിഡ്ജിലൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രിഡ്ജ് എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പൊ നമ്മളെ വേരിയബിൾ ഇൻഡക്റ്റൻസും ഈ ഒരു R2 വേരിയേഷൻ ചെയ്ത് ബ്രിഡ്ജ് എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പൊ ബ്രിഡ്ജ് ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താവും, 0. അപ്പോ അതായത് നമ്മളുടെ ഗാൽവാനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രിഡ്ജ് എന്തായി, ബാലൻസ് ആയി. അപ്പൊ ഇത് രണ്ട് വേരിയേഷൻ ചെയ്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ ബ്രിഡ്ജ് ബാലൻസ് ചെയ്തു. ഇനി ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഫോർമുല, നമ്മുടെ ബാലൻസിന്റെ ഫോർമുല ഒന്ന് ശ്രദ്ധിക്കുക. ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് Z1 into Z4 ഈക്വൽ ടു Z2 into Z3 എന്ന് പറയും. അത് സാധാരണ പോലെ തന്നെ നമ്മൾ വീസ്റ്റേൺ ബ്രിഡ്ജിൽ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേപോലെ തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ബാലൻസ് ആയി കഴിഞ്ഞാൽ Z1 into Z4 ഈക്വൽ ടു ആണ് Z2 into Z3 എന്ന് നമുക്ക് കിട്ടും. ഇനി ഫസ്റ്റ് നമുക്ക് നോക്കാം Z1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം, ഇംപിഡൻസ് 1. അപ്പൊ ഡയഗ്രാമിലേക്ക് നോക്കാം.
ഓക്കെ, ഇതിലെ ഇംപിഡൻസ് 1 എന്ന് പറഞ്ഞാൽ നോക്കിയേ. ഇംപിഡൻസ് 1 എന്ന് പറയുന്ന ഏതൊക്കെ വാല്യൂ ആണ്? RX ഉണ്ട്, അതുപോലെ LX ഉണ്ട്. ഈ രണ്ട് വാല്യൂ നമുക്കറിയാം. റെസിസ്റ്റൻസ് പ്ലസ് റിയാക്ടൻസിനെയാണ് എന്ത് പറയാ? ഇംപിഡൻസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇംപിഡൻസ് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻസ് നോക്കിയേ. അപ്പൊ നമുക്ക് Z1 ഈക്വൽ ടു നമ്മുടെ ഫോർമുല എഴുതാം RX പ്ലസ് LX. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? J ഒമേഗ എന്ന് പറയുന്ന ഒരു വാല്യൂ എന്ത് ചെയ്തു? LXന് മുമ്പ് ഇട്ട് കൊടുത്തു. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ആയ ഒരു ഒപ്പോസിഷൻ ആണ് അല്ലെ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഒപ്പോസിഷൻ ആണ്. അതുപോലെ J ഒമേഗ എന്ന് പറയുന്നത്, LX എന്ന് പറയുന്നത്, ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ആയ ഒരു ഒപ്പോസിഷൻ ആണ്. അപ്പൊ ഇമാജിനറി ടേം എവിടെയെല്ലാം നമ്മൾ ഈ ബ്രിഡ്ജിൽ വരുന്നു അവിടെയെല്ലാം എന്ത് ചെയ്യുക? J ഒമേഗ ഇൻസേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കിയാൽ RX പ്ലസ് LX, അതിന് മുമ്പ് J ഒമേഗ ചേർന്ന്, ബിക്കോസ് ഇത് ഇമാജിനറി ടേം ആണ്. അതുകൊണ്ട് നമ്മൾ RX പ്ലസ് J ഒമേഗ ഇൻറ്റു LX എന്ന് പറഞ്ഞ് എഴുതി. അപ്പൊ Z1 നമുക്ക് മനസ്സിലായി. ഇനി Z2 നോക്കുക. ഗ്രാഫില് ഡയഗ്രാമില് Z2 നോക്കിയേ. Z2 എന്ന് പറയുന്നത് നോക്കിയേ, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്? റെസിസ്റ്റൻസ് R2 അല്ലെ. അപ്പൊ R2 എഴുതുക, R2 പ്ലസ്. ഇനി ഇവിടെ എന്താ ഉള്ളത്? വേറെ ഏതെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടോ? ഇവിടെ ഒരു ചെറിയൊരു R2 കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് എന്താന്ന് ഞാൻ പറഞ്ഞു, ഈ ഇൻഡക്റ്റൻസിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R2 പ്ലസ് സ്മാൾ R2 അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? R2 പ്ലസ് R2T. ഇനി എന്ത് ചെയ്യണം? പ്ലസ് നമ്മളുടെ എന്തുണ്ട്? L2 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് L2. അപ്പൊ നോക്കിയേ, L2 പറയുന്നത് ഇമാജിനറി ടൈം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? J ഒമേഗ L2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇതേ ടൈം നമുക്ക് എന്ത് ചെയ്യാം? ഫോമിലേക്ക് എഴുതാം. അപ്പൊ Z2 ഈക്വൽ ടു R2 പ്ലസ് സ്മാൾ R2 പ്ലസ് L2ന് മുമ്പ് J ഒമേഗ. അപ്പൊ J ഒമേഗ L2. അപ്പൊ Z2ന്റെ വാല്യൂ എന്ത് ചെയ്തു? നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി Z3 എന്ന് പറയുന്നത്, ഇംപിഡൻസ് 3 എന്ന് പറയുന്നത് R3 തന്നെയാണ്. അതുപോലെ ഡയഗ്രാം നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടുത്തെ റെസിസ്റ്റൻസ് മാത്രമുള്ള വേറെ ഒരു വാല്യൂ ഇല്ല. അപ്പൊ Z3 ഈക്വൽ ടു R3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? Z3 ഈക്വൽ ടു R3 എഴുതാം. അതുപോലെ Z4 ഈക്വൽ ടു എന്ത് ചെയ്യാം? R4 എഴുതാം. രണ്ടും എന്താണ്? സെയിം വാല്യൂ ആണ് അല്ലെ. അപ്പൊ ആ Z1, Z2, Z3, Z4 ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി വളരെ സിമ്പിൾ ആണ്. ഈ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യാം? ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 1 എന്ന് പറയുന്നത് Z1 ഇൻറ്റു Z4 ആണ്. അപ്പൊ നോക്കിയേ, Z1 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. Z1 എന്ന് പറയുന്നത് ഇത്. ഈ വാല്യൂ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. അതുപോലെ Z4ന് പകരം എന്ത് ചെയ്യാം? നമ്മുടെ R4 ഇട്ട് കൊടുക്കുക അല്ലെ. Z4 എന്ന് പറഞ്ഞാൽ R4 ആണ്. അപ്പോ RX പ്ലസ് J ഒമേഗ LX ഇൻറ്റു R4. ഇത്രേ ഉള്ളൂ. ഇതേ ഇൻറ്റു എന്ത് ചെയ്യാം? R4 ചെയ്യും. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി അപ്പുറത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ Z2 ഇൻറ്റു Z3 ആണ്. അപ്പൊ Z2 എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. R2 പ്ലസ് R2 ഇൻറ്റു പ്ലസ് J ഒമേഗ L2 ഇൻറ്റു എന്ത് ചെയ്യാം? Z3 എന്ന് വെച്ചാൽ എന്താ? R3. അപ്പൊ ഇത് വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ഇക്വേഷനിലും നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാലും ഇതുപോലെ ഒരു ടേം കിട്ടി അല്ലെ. ഇനി നോക്കിയാൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യും. അപ്പൊ R4 ഇൻറ്റു RX. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? RX ഇൻറ്റു R4 പ്ലസ് ഈ ഒരു പ്ലസ് അങ്ങനെ തന്നെ വന്നു. ഇനി R4 ഇൻറ്റു J ഒമേഗ LX അതേപോലെ തന്നെ എടുത്ത് എഴുതാം. ഇനി അതേപോലെ തന്നെ R2 ഇൻറ്റു ഇത് ഈ കോമൺ ടേമിന് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യാം. റെസിസ്റ്റൻസിന് മാത്രമായിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യും. അപ്പൊ R2 പ്ലസ് R2 ഇൻറ്റു R3 പ്ലസ് J ഒമേഗ L2 ഇൻറ്റു R3. ജസ്റ്റ് എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ ചെയ്താൽ മാത്രം മതി. ഇനി ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷനിൽ റിയൽ ടേമും ഇമാജിനറി ടേമും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അപ്പൊ റിയൽ ടേം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്ക് റിയൽ ആയിട്ട് വരുന്നത് എന്താണ്? റെസിസ്റ്റൻസ് വാല്യൂസ് എല്ലാം എന്താണ്? റിയൽ ടേം ആണ്. ഇനി ഇമാജിനറി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് എല്ലാം എന്താണ്? ഇമാജിനറി ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വരയ്ക്കാം. ഇത് റിയൽ ടേം ആണ്. ഈ റെഡ് ലൈൻ വെച്ച് വരയ്ക്കുന്ന എല്ലാം എന്താണ്? റിയൽ ടേം ആണ്. അതുപോലെ ഇതെല്ലാം എന്താണ്? ഇമാജിനറി ആണ്. കാരണം അവിടെ ഒക്കെ എന്തുണ്ട്? ഇൻഡക്റ്റൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ റിയൽ ടൈം എന്ന് പറയുന്നത് എന്താണ്? RX ഇൻറ്റു R4 ഈക്വൽ ടു എന്താണ്? R2 പ്ലസ് R2 ഇൻറ്റു R3. കോമൺ ഓൾ
ഇൻറ്റു R3 എന്ന് എഴുതി. അപ്പൊ നമുക്ക് റിയൽ ടൈം ഇവിടെ കിട്ടും അല്ലെ. ഇനി അതേപോലെ ഇമാജിനറി ടൈം എന്ന് പറയുന്നത് JωLH ഇൻറ്റു R4, അതുപോലെ തന്നെ ഈ ഒരു വാല്യൂ JωL2 ഇൻറ്റു R3 എന്ന് പറയുന്ന ഈ ഒരു ടൈം കിട്ടും അല്ലെ. ഇനി നമുക്ക് നോക്കാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RH ആണ് അല്ലെ. ഒന്നാമത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ RH ഈക്വൽ ടു ഈ R4 എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, R2 പ്ലസ് R2 ഓൾ മൾട്ടിപ്പിൾഡ് ബൈ R3 ഡിവൈഡഡ് ബൈ R4 കിട്ടി. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ R4 ഇങ്ങോട്ട് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ജെഒമേഗയും എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള എന്താണ്, R4 ആണ് അല്ലെ. R4 ഈക്വൽ ടു L2 ഇൻറ്റു R3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് സോറി ഇവിടെ LH കൂടി ഉണ്ട്. അപ്പൊ LH ഇൻറ്റു R4 ഈക്വൽ ടു L2 ഇൻറ്റു R3 കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് LH ആണ്. അപ്പൊ LH ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഈ R4 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്തു, L2 ഇൻറ്റു R3 ഡിവൈഡഡ് ബൈ R4 കിട്ടി. അപ്പൊ നമ്മൾ രണ്ട് ടേമുകൾ കണ്ടുപിടിച്ചു അല്ലെ. LH കണ്ടുപിടിച്ചു, അതുപോലെ RH എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അപ്പൊ LH എന്ന് പറയുന്നത് എന്താണ്, ഇമാജിനറി ആയ നമ്മളുടെ അൺനോൺ ഇൻഡക്റ്റൻസ് വാല്യൂ അല്ലെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ RH എന്ന് പറയുന്നത് നമ്മുടെ അൺനോൺ ഇൻഡക്റ്റൻസിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ നമ്മൾ റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു, ഇൻഡക്റ്റൻസും നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ജസ്റ്റ് ഡയഗ്രാം നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്, RH കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, LH കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ അൺനോൺ ഇൻഡക്റ്റൻസ് വാല്യൂ. ഈ രണ്ട് വാല്യൂ എന്ത് ചെയ്തു, നമ്മൾ ഫോർമുല ഉപയോഗിച്ച് എന്ത് ചെയ്തു, ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതാണ് മാക്സ്വെല്ലിന്റെ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. അതുപോലെ ഇതിന്റെ വാല്യൂ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 to 100 ohms ആണ്. അപ്പൊ നമുക്കറിയാം R3 R4 എന്ന് പറയുന്നത് ഫിക്സഡ് റെസിസ്റ്റൻസ് ആണ്. ഇത് 10 മുതൽ 100 ohm വരെ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ സെറ്റ് ചെയ്യും, ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മാക്സ്വെൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജിൽ വരുന്നത്. താങ്ക് യു.